നമ്മുടെ ഈ ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം 2 മാസം കഴിഞ്ഞു, 3-ാമത്തെ മാസം സ്റ്റാർട്ട് ചെയ്തില്ലേ? എത്ര പേര് നമ്മൾ ഈ വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ റെസൊല്യൂഷൻസ് എടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ മാറ്റങ്ങൾ ലൈഫിൽ കൊണ്ടുവരണം, ഈ ഒരു വർഷം പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഡേയ്സ് ആയിരിക്കണം എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? പക്ഷെ ഒത്തിരി പേർക്ക് അതങ്ങനെ ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതിലൊരാൾ കൂടി കേട്ടോ ഞാൻ. അപ്പോൾ എൻ്റെ ലൈഫിലേക്ക് അങ്ങനെ കുറച്ചൊരു പേഴ്സണലായിട്ടുള്ള കുറേ കാരണങ്ങൾ കൊണ്ട് ഞാൻ കുറേ സ്റ്റോപ്പായിപ്പോയി. അപ്പം ഞാൻ എൻ്റെ ലൈഫിലേക്ക് മാറ്റിയിട്ടില്ല കുറച്ച് കാര്യങ്ങളാട്ടോ. ഒരു 10 ദിവസം കൊണ്ട് നമ്മുടെ ലൈഫിനെ ഒന്ന് റീസെറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ആ കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇത് എൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാട്ടോ. അപ്പം ഓരോ പോയിന്റ്സ് ആയിട്ട് പറയാം. 10 പോയിന്റ്സ് ആണുള്ളത്. വളരെ ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ ലൈഫിനെ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു വേയിലേക്ക് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. ടോട്ടൽ ക്ലാരിറ്റി. നമ്മുടെ ലൈഫിനെ നമുക്ക് കുറേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പ്രവർത്തിക്കുന്നതൊക്കെ കറക്റ്റ് ആണോ എന്നുള്ള രീതിയിലൊരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവണം ആദ്യം. അതിപ്പോൾ ചിലപ്പോൾ നമ്മുടെ മണി ബേസ് ചെയ്തായിരിക്കാം, നമ്മുടെ സ്ട്രെസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഹാബിറ്റ്സ് ആയിരിക്കും. ഇതൊക്കെ ഉള്ളൊരു ക്ലാരിറ്റി വേണം. ഇത് ഇങ്ങനെ പോയാൽ ശരിയാവോ എന്നുള്ള രീതിയിൽ. പിന്നെ പൊതുവെ നമുക്ക് എന്തൊരു കാര്യം വന്നാലും നമ്മളോട് തന്നെ, അല്ലെങ്കിൽ പൊതുവെ പുറത്തുള്ള ആൾക്കാരോട് പറയും കുറേ എക്സ്ക്യൂസസ്. അത് നമ്മൾ എഴുതി വെക്കുന്നതിൽ വേണ്ട കേട്ടോ. നല്ല ഫാക്ട്, കറക്റ്റ് ആയിട്ടുള്ള എന്താണോ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് എഴുതി വെക്കുക. എന്നേക്ക് എന്താണ് വേണ്ടതെന്നും കൂടെ ഒരു ക്ലാരിറ്റി വേണം കേട്ടോ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ലാരിറ്റി വേണം, അത് എക്സ്ക്യൂസസ് ഇല്ലാതെ വേണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്ത് വേണം എന്നുള്ളത്, നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് വേണ്ടത് എന്നുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. ഇതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആദ്യം നമ്മൾ ഇരുന്ന് നമ്മളെ ഒന്ന് വാച്ച് ചെയ്യണോ, എന്നാൽ മാത്രം നമ്മൾ. ഇപ്പം ഞാൻ എൻ്റെ ഫോർ എക്സാമ്പിൾ പറയാം. ഞാൻ ഈ 2 മാസമായിട്ട് യൂട്യൂബിൽ വർക്കൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല, വീഡിയോസ് ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല. വളരെ ലേസി ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാവാം മേ ബി അതോടെ ഞാൻ ലേസി ആയി ഭയങ്കരമായിട്ട്. അപ്പം ഞാൻ എൻ്റെ ലേസിനെസ് എന്താണെന്നും ഇനി എനിക്ക് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോയതെന്നും ചിന്തിക്കാൻ തുടങ്ങി. അത് എഴുതി വെച്ചു. അതേപോലെ അത് കറക്റ്റായിട്ട് എന്നെ പഴിക്കേണ്ടത് ഞാൻ എന്നെ തന്നെ പഴിച്ചുകൊണ്ട് തന്നെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇനി എനിക്ക് എന്ത് വേണം എന്നുള്ളൊരു ക്ലാരിറ്റിയും കൂടെ ഞാൻ കണ്ടെത്തി. അങ്ങനെ നിങ്ങളോട് ഞാൻ പറഞ്ഞ ഒരു ക്ലാരിറ്റി, എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടതെന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾ എഴുതിയെടുക്കുക. അത് എഴുതുക തന്നെ ചെയ്യുന്നതാണ് ബെറ്റർ. നമ്മൾ ഒരു ബുക്ക് എടുത്തിട്ട് അതിൽ നമ്മൾ എന്താണ് വേണ്ടതെന്നുള്ള ക്ലാരിറ്റി എഴുതുക. ഫിസിക്കൽ റീസെറ്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും എടുത്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകുന്നുള്ളത് അല്ലേ? അപ്പം ഈ ഫിസിക്കൽ റീസെറ്റിൽ ഞാൻ പ്രത്യേകിച്ച് പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാമെന്ന് അറിയാം. ഇപ്പം നമ്മൾ പ്രത്യേകിച്ചും മെസ്സി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടാകും നമ്മളെപ്പോഴും നമ്മളെ റൂം ക്ലീൻ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വാർഡ്റൂം ഒക്കെ നല്ല ക്ലീൻ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് സ്പേസ് ആയിക്കോട്ടെ എല്ലാം ക്ലീൻ ആയിട്ട് വെച്ചിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്താൽ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ മൊത്തത്തിൽ വലിച്ചു വാരി ഇട്ടിട്ടുണ്ടാവും. അപ്പം അതൊന്നും നമ്മളെപ്പോഴും ക്ലീൻ ചെയ്ത് പോകാന്നുള്ളത് ഈ സെക്കൻഡ് ഡേയിൽ നിങ്ങൾക്ക്, ഫസ്റ്റ് ഡേയിൽ പറഞ്ഞിട്ടുള്ളത് ബ്രൂട്ടൽ ക്ലാരിറ്റി ആണെങ്കിൽ സെക്കൻഡ് ഡേയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ചേഞ്ച്, നിങ്ങളുടെ ഫിസിക്കലായിട്ടുള്ള ഒരു റീസെറ്റ് ചെയ്യാന്നുള്ളത്. അതേപോലെ ജങ്ക് ഫുഡ്സ് ഒക്കെ നമ്മളിപ്പോൾ നന്നായിട്ട് കഴിക്കുന്നുണ്ടാവുമായിരിക്കാം. നമ്മളിപ്പം ജനുവരിയിലെടുത്ത അതേ റെസൊല്യൂഷൻസ് ഒന്നും ഇപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നുണ്ടാവില്ല. അപ്പം നിങ്ങളുടെ ലൈഫിൽ വരുത്തേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതേപോലെ നിങ്ങൾ ഫിസിക്കലി വേണ്ടുന്ന ഒരു കാര്യം, ജങ്ക് ഫുഡ്സ് ഒന്നും അധികം കഴിക്കില്ല എന്നുള്ളത്. മൊത്തമായിട്ട് മാറ്റണം ഞാൻ പറയുന്നില്ല, പക്ഷേ ചില ആൾക്കാർ അത് ഓവറായിട്ടുണ്ടാവും. അതിലൊരു നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം മോശമായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫോൺ നോക്കിയിരിക്കുക എന്നുള്ളത്. സ്ക്രോളിങ് ഓഫ് ഫോണാണ്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര എഡിക്റ്റഡ് ആയിരിക്കും ചില ആൾക്കാർ. അതും നമ്മൾ അതിൻ്റെ ഒരു അളവ് നമ്മൾ കുറയ്ക്കും. അതിന് നമ്മൾ ഇപ്പം നമ്മൾ പറയുന്നില്ലേ, പൊതുവെ ഒരുപാട് ആപ്പൊക്കെ നമ്മളുടെ ഫോണിലുണ്ടാവും. ഇതൊക്കെ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മളെ ലൈഫിൽ നിന്ന് കുറച്ച് മാറ്റി നിർത്തുക, ഡിലീറ്റ് ചെയ്ത് കളയുക, ആപ്പുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുക. നമ്മൾ ഫോണിനെ നമ്മൾക്ക് കുറച്ചും കൂടെ ഒരു പ്രൊഡക്റ്റീവ് ആക്കുക, നമ്മുടെ വർക്കിന് വേണ്ടി, നമ്മുടെ പഠനത്തിന് വേണ്ടിയിട്ടൊക്കെ. എൻ്റർടൈൻമെൻറ്റ് വേണ്ടെന്ന് പറയുന്നില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാം. ഇതാ 2ാമത്തെ ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. 10 ദിവസത്തെ കാര്യം പറയുന്നില്ല. ആദ്യം നമ്മളൊരു ക്ലാരിറ്റി കണ്ടെത്തുക, രണ്ടാമത് നിങ്ങൾ ഫിസിക്കൽ ഒരു റീസെറ്റ് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സത്യമായിട്ടും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ ഒരു മാറ്റം വരുത്തി കഴിയുമ്പോൾ കുറച്ച് ദിവസം മാത്രമേ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. പിന്നെ നമുക്കതൊരു നല്ല ഹാബിറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരിക എന്നതാണ് സെക്കൻഡ് ഡേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. 3ാമത് പറയാനുള്ളത് ഡോപ്പമൈൻ ഡീടോക്സ് ലൈറ്റ് എന്ന് പറയാം. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒന്നുമില്ലാതെ വേസ്റ്റാക്കി കുറച്ച് സമയങ്ങൾ കളയുന്നുണ്ട്. നമ്മുടെ സന്തോഷങ്ങളും അതിലെന്താ നമുക്ക് സന്തോഷം കിട്ടാനുള്ളത് നമുക്കറിയില്ല. ഒരു പോയിന്റായിട്ട് പറയാനുള്ളത് നമുക്ക് ഫോൺ സ്ക്രോളിംഗ് എന്ന് പറയുന്ന കാര്യം, അത് നമുക്ക് കുറയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ 3ാമത്തെ ദിവസം മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യം അതാണ്. ലൈഫിൽ ആ ഒരു സംഭവം സ്ക്രോളിംഗ് ഇല്ലാതിരിക്കുക. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, നമ്മൾ യൂസ്ലെസ് ആയിട്ടുള്ള വീഡിയോസ് കാണാതിരിക്കുക. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവാം നമ്മുടെ വർക്ക് ആയിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് കുറച്ചും കൂടെ മെച്യൂർഡ് ആക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ മോട്ടിവേറ്റ് ആക്കാൻ പറ്റുന്ന, ഇങ്ങനത്തെയൊക്കെ നമുക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അല്ലാതെ യൂസ്ലെസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും, നമുക്ക് ഒട്ടും ഉപകാരമില്ലാത്തതായിരിക്കാം. അത് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ അതിപ്പം യൂട്യൂബിലാവാം, അല്ലെങ്കിൽ ഇൻസ്റ്റയിലാവാം, എവിടെയാണെങ്കിലും നമുക്ക് തന്നെ ഇന്ന് നിങ്ങൾ ഇത്രയും ഇത് കാണുന്ന സമയത്ത് നിങ്ങളത് ഈ ഒരു ദിവസത്തിനിടയിൽ നിങ്ങൾ ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്കൊരു ബെനിഫിറ്റും ഇല്ല. അപ്പം അതിൻ്റെ ഒരു കുറയ്ക്കുക.
ഞാൻ മുഴുവനായിട്ട് മാറ്റണം എന്ന് പറയണമെന്നില്ല, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ തന്നെ പറയാനുള്ളത്, ഈ ഫോൺ എന്ന് പറയുന്നത് യൂസ് ചെയ്യുക വർക്കിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ പഠനത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു തുടങ്ങുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അങ്ങനെ തന്നെ പ്രൊഡക്റ്റീവായിട്ട് വരും കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ പറയാനുള്ളത് ഏർലി സ്ലീപ്പിംഗ് ആണ്, ഉറങ്ങുക എന്നുള്ളത് കേട്ടോ. അതും ഈ ഒരു ദിവസം തൊട്ട്, ഈ 3rd ഡേ തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഉറക്കം നിങ്ങൾ ടൈമിന് ഉറങ്ങാനും ഏർലി ആയിട്ട് തന്നെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എഴുന്നേൽക്കാനുള്ള ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ലൈഫിനെ ഒരുപാട് മാറ്റും കേട്ടോ. ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ അത്രയേറെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഉറക്കിനെ അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഇനി 4th ഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബോഡി ആക്ടിവേഷൻ, നമ്മൾ ബോഡി സജ്ജമാക്കാൻ വേണ്ടിയിട്ട്. പൊതുവേ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ, നമ്മളിപ്പോൾ ജനുവരിയൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും നമുക്ക് എക്സസൈസൊക്കെ റെഗുലറായിട്ട് ചെയ്യണം, ജിമ്മിലൊക്കെ റെഗുലറായിട്ട് പോകണം അങ്ങനെയൊക്കെ. പക്ഷേ അത് ഒരുപാട് പേരുടേത് നിന്ന് പോയിട്ടുണ്ടാകും. എൻ്റെ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ, കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 30 അല്ലെങ്കിൽ 45 മിനിറ്റെങ്കിലും നമ്മൾ നടക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ് ചെയ്യാനോ ജിമ്മിൽ പോകാനോ തയ്യാറെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഹെൽത്തിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും നമുക്ക് ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എക്സസൈസ് ഡെയിലി എന്നുള്ളത്. അത് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ, നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതലായി പോകരുത്, എന്നാൽ കുറഞ്ഞും പോകരുത്. വെള്ളം നന്നായിട്ട് കുടിക്കുക. പിന്നെ നമുക്ക് ശരീരത്തിന് വേണ്ടി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജങ്ക് ഫുഡ്സ് അധികം കഴിക്കാതിരിക്കുക. ഈ ഒരു കാര്യം നമ്മൾ തീരുമാനം എടുക്കുക. ഈ ഒരു 4th ഡേ തൊട്ട് നിങ്ങൾ കൊണ്ടുവരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതാണ്. ഇതൊരു സില്ലി മാറ്ററായിട്ട് എടുക്കരുത്, അല്ലെങ്കിൽ ഒരു സാധാരണ വീഡിയോ ആയിട്ട് എടുക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണം. ഇനി അങ്ങോട്ട് കുറച്ച് മാസങ്ങളിലേക്ക് നിങ്ങൾ നല്ലൊരു പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു മനുഷ്യനായിട്ട് മാറണം. അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബോഡി ആക്ടിവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ബോഡിയെ അതിനായിട്ട് സജ്ജമാക്കണം. നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു വുമൺ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു മെൻ ആയിരിക്കണം എന്നുള്ളത് മറ്റുള്ളവരുടെ ആരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, നമ്മുടേത് മാത്രമാണ്. നമ്മുടെ ലൈഫിൽ എന്തായാലും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ 5th ഡേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്, നിങ്ങൾ ചെക്ക് ചെയ്യുക വാട്ട്സ് എ റിയാലിറ്റി ഓഫ് യുവർ ഇൻകം എന്നുള്ളത്. എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ്, നിങ്ങളുടെ ഫിനാൻഷ്യൽ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ലൈഫിൽ ഇതേവരെ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ചെക്ക് ചെയ്യണം നിങ്ങളുടെ ഇൻകം എത്ര ആണെന്നുള്ളത്. ആദ്യം നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാവണം. എല്ലാവർക്കും ഒരു പക്ഷേ വർക്ക് ചെയ്തിട്ടുള്ള സാലറി മാത്രം ആവണമെന്നില്ല, ഒരുപാട് എക്സ്ട്രാ ഇൻകംസ് ഒക്കെ ഉണ്ടാവാം. എത്രയാണ് നമ്മുടെ ഇൻകം എന്നുള്ളതും, അതേപോലെ തന്നെ നമ്മുടെ എക്സ്പെൻസ് എത്ര എന്നുള്ളതും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു കാൽക്കുലേഷൻ ഉണ്ടാവണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് എന്ത് ഇമ്പ്രൂവ്മെൻ്റ് ആണ് എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ടതെന്നും, അതേപോലെ തന്നെ കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും കുറച്ച് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ഡ്രോപ്പ് ചെയ്തിരിക്കുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് മുന്നത്തിൽ നിന്നും ഇപ്പോഴേക്കും എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടോ, അത് ചെറുതാണെങ്കിലും അത് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാം. അത് നമുക്ക് ഒരുപാട് സന്തോഷം തരും. അതുകൊണ്ടാണ് പറയുന്നത്, എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് അതിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുക. ഒരുപാട് ഡ്രോപ്സ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയെടുക്കുക. അത് ഞാൻ എങ്ങനെ മാറ്റണം എന്നുള്ള രീതി ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം, നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യത്തിന് അതിൻ്റെ ഒരു ചെക്ക് നിങ്ങൾക്ക് നല്ലതാണ്. അതിൻ്റെ ഒരു റിയാലിറ്റി, നമ്മുടെ ഇൻകത്തിൻ്റെ ഒരു റിയാലിറ്റി ചെക്ക് ചെയ്യുക. അല്ല എക്സ്പെൻസ് നമ്മുടെ കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനൊക്കെ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ ഒരു 5th ഡേയിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാട്ടോ. 10 ഡേയ്സ് കൊണ്ട് നമ്മളെ ലൈഫിനെ എങ്ങനെ റീസെറ്റ് ചെയ്യാന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 6th ഡേയ്സ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമോ, അപ്ഗ്രേഡ് യുവർ സ്കിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെല്ലാവരും ഒരു വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ ഒരുപാട് സ്കില്ലുണ്ട്. ആ സ്കില്ലിനെ അപ്ഗ്രേഡ് ചെയ്യുക. അതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളുണ്ടാവും. ഒരു പക്ഷേ എനിക്ക് പടം വരയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു IT മേഖലയിലാണെങ്കിൽ ഈ പടം വരയ്ക്കൽ എന്ന് പറയുന്ന സ്കില്ലിനെ ഞാൻ അപ്ഗ്രേഡ് ചെയ്യുമ്പം അതൊരിക്കലും എൻ്റെ ഒരു ജോലിയായിട്ട് ഒരിക്കലും ഒരു തരത്തിലും എനിക്കൊരു ബെനഫിഷ്യറി കിട്ടില്ല. പക്ഷേ നമുക്കത് ചില സമയത്ത് ചില ആൾക്കാർക്ക് ഒരു എഡ്യൂക്കേഷണൽ എന്ന രീതിയിൽ നമുക്ക് ഇതിനെ കൊണ്ടുപോകാം, മറ്റുള്ളവരെ പഠിപ്പിച്ചിട്ടൊക്കെ. അപ്പം ആ ഒരു രീതിയിലേക്കും നിങ്ങളുടെ ഈ സ്കില്ല് വളരുമ്പോൾ നിങ്ങൾക്ക് പറ്റണം. നിങ്ങൾക്ക് ഈ സ്കില്ല് നിങ്ങൾ വളർത്തിയെടുക്കുമ്പോൾ 2 രീതിയിൽ ചിന്തിക്കാം. ഒന്ന്, നിങ്ങളുടെ മാനസികമായിട്ടുള്ള സമാധാനം അല്ലെങ്കിൽ സന്തോഷം തരാൻ, അത് നിങ്ങളുടെ ഇഷ്ടമുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ. അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത സ്കില്ലാണെങ്കിൽ പോലും രണ്ടാമത് പറയുന്ന പോയിന്റ്, നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ വാങ്ങുന്ന ഇൻകം അല്ലാതെ, സാലറി അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു അനദർ ഇൻകം ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന സ്കില്ലുകൾ എന്താണെന്നും അതിലെന്തൊക്കെ എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റും, അത് എന്തൊക്കെയൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ചിന്തിക്കുകയും അങ്ങനെയുള്ളൊരു കാര്യങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഒന്നാമത്തത്, നിങ്ങൾക്ക് ഭയങ്കര മാനസികമായിട്ട് സമാധാനം തരുന്ന സ്കില്ലായിരിക്കും. അത് നിങ്ങളെ മാനസികമായിട്ട് നിങ്ങൾക്ക് റിലാക്സേഷൻ, സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യം. അതിനോടൊപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ സ്കില്ല് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കേണ്ട ആൾക്കാരാണ്. നിങ്ങൾ എടുക്കുന്ന ഒരു സ്കില്ല് നിങ്ങളുടെ ലൈഫിലേക്ക് എത്രത്തോളം ഇൻകം കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത്. ഇപ്പോൾ
ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പം യൂട്യൂബ് ചാനൽ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നമ്മളെപ്പോലെ ആദ്യം യൂട്യൂബ് ചാനൽ മാത്രമല്ല, ഒത്തിരി പേര് ചില ആക്ടേഴ്സൊക്കെ അവർക്ക് ഒരുപാട് പണം ഉണ്ടാക്കുന്നുണ്ടാകും. അതിൻ്റെ കൂടെ ഇതും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു എക്സ്ട്രാ ബെനിഫിഷ്യറി ആണ്. അവർ ചിലപ്പം അവരുടെ മാനസിക സന്തോഷം മാത്രം എന്ന് പറഞ്ഞതിനേക്കാൾ ഉപരി ഒരു പക്ഷേ അതിന് ഫിനാൻഷ്യലി ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ. അപ്പം നമ്മളെപ്പോഴും കൂടുതൽ അപ്ഗ്രേഡ് ആയിട്ട് സ്കിൽസ് പഠിച്ചെടുക്കാനും ആ സ്കില്ല് വെറുതെ പഠിച്ചെടുത്ത് വിടുകയല്ല എന്നല്ല, അത് നിങ്ങളുടെ ലൈഫിൽ യൂസ് ചെയ്യാൻ, അത് നിങ്ങൾക്ക് എത്രത്തോളം ആ സ്കില്ല് വഴി നിങ്ങൾക്ക് ഫിനാൻഷ്യൽ നിങ്ങൾക്ക് എത്ര സപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതും, അതേപോലെ തന്നെ മാനസികമായിട്ടുള്ള സന്തോഷത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ ഇതുപോലത്തെ സ്കില്ലുകൾ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുള്ളൊരു ഈ ഒരു ദിവസം തൊട്ട് നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യണം. ഏതും കുന്നിലേക്കായിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം. അതിനായിട്ട് സമയം കണ്ടെത്തണം. വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിനായിട്ട് സമയം കണ്ടെത്തുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്കിൽ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത്. ഇനി അടുത്ത ദിവസം 7th ഡേ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ഓഡിറ്റ് എന്നുള്ളത്. പൊതുവെ നിങ്ങൾ ഓഡിറ്റിംഗ് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ റിലേഷൻഷിപ്പിലും നിങ്ങൾ ആ ഒരു രീതിയിലൊന്ന് തിങ്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യം ഹൂ ഡ്രെയിൻ യു അല്ലെങ്കിൽ ഹൂ സപ്പോർട്ട് യു, അങ്ങനെയൊക്കെ നിങ്ങൾ ആരാണ് നിങ്ങൾ പിഴിഞ്ഞ് ഊറ്റിയെടുക്കുന്നത്, നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതും, അതേപോലെ നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്. നിങ്ങൾക്ക് ഒരുപാട് സിറ്റുവേഷൻസിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്നുള്ള ലൈഫിൽ. അതെടുത്ത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ തണലിൽ നിന്ന് നിങ്ങൾ ഊറ്റിയെടുക്കുന്നത് ആരാണെന്നും, അതേപോലെ എന്ത് പ്രയാസം വന്നാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആരാന്നുള്ളതും. പിന്നെ നമ്മൾ പൊതുവേ നമുക്ക് ഒരുപാട് റിലേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. ആ റിലേഷൻസൊക്കെ ഓരോന്നായിട്ട് നമ്മൾ ഓരോ സ്റ്റേജിലേക്ക് എത്തുമ്പം എല്ലാം പോയിട്ടുണ്ടാവും. ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷനിലുള്ള റിലേഷൻഷിപ്പിൽ എത്ര പേര് നിങ്ങൾക്ക് റിയൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അതിനെപ്പറ്റി ഒരു ബോധം ഉണ്ടാവും. അതിനെപ്പറ്റി തിങ്ക് ചെയ്യാം. എന്നിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ദിവസം നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻ, നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഒരു വ്യക്തി ഉണ്ടായിട്ടുണ്ടാവാം. ഒരു പക്ഷേ നിങ്ങളുടെ സന്തോഷത്തിലൊക്കെ നിങ്ങളുടെ കൂടെ എൻജോയ് ചെയ്യാൻ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ടിലായാലും സന്തോഷത്തിലാണെങ്കിലും എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്കൊരു സപ്പോർട്ടീവായിട്ട് പോസിറ്റീവായിട്ടുള്ള തിങ്ക് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേർഡ്സ് തന്നിട്ടുണ്ടാവും. ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. എൻ്റെയൊക്കെ ലൈഫിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവർ നിങ്ങളിൽ നിന്ന് കണക്ഷൻ പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോൾ ചെയ്തിട്ടോ അവരായിട്ടൊരു കണക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം. പോസിറ്റീവായിട്ടുള്ള പേഴ്സൺസ് നിങ്ങളുടെ ചുറ്റിലും ഉണ്ടോ, നിങ്ങളെ ലൈഫ് അൺപ്രൊഡക്റ്റീവായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പോകുന്ന വഴി എന്താ തിരിച്ചറിയാത്തൊരവസ്ഥ ഉണ്ടാവില്ല കേട്ടോ. ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ പോകാൻ പറ്റും. കാരണം ആ ഒരു ഇമ്പാക്റ്റ് നിങ്ങളുടെ ലൈഫിലുണ്ടാവും. അങ്ങനെ ഒരാളെ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യുക. ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് അങ്ങനെ ഒരു വ്യക്തി എത്തിയില്ലെങ്കിൽ ചിന്തിക്കുക. എപ്പോഴും എല്ലാവരുമായിട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകുമ്പോഴും ഈ വ്യക്തി എത്രത്തോളം എനിക്ക് വേണ്ടി പോസിറ്റീവായിട്ട് തോട്ട് ചെയ്യുന്നുണ്ടെന്നും, ആ വ്യക്തിയുടെ ലൈഫിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിലും അതിൽ എത്രത്തോളം പോസിറ്റിവിറ്റി ആ വ്യക്തിയിലുണ്ടെന്നും ചിന്തിക്കാനും അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടെത്താനും വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇനി 8th ഡേയിൽ നിങ്ങൾ കൊണ്ടുവരേണ്ട ഒരു കാര്യം മൈൻഡ് റീസെറ്റ് ആട്ടോ. മൈൻഡ് റീസെറ്റ് ആണ് ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സിലും നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുവരേണ്ടത്. ഈ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വെച്ചിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ചിലപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു മോട്ടിവേഷൻ തോന്നുമായിരിക്കാം, ഇത് ചെയ്യണം തോന്നുമായിരിക്കാം, പിന്നെ നിങ്ങളത് വിട്ടുകളയാം. പക്ഷേ നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുവരാനുള്ള ഒരു പ്രാക്ടീസ് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അത് ബിഗ്ഗസ്റ്റ് ചേഞ്ച് ആട്ടോ നിങ്ങളുടെ ലൈഫിൽ. ഒരു പോയിന്റായിട്ട് പറയാം, ജേണൽ റൈറ്റിംഗ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏതൊരു വ്യക്തിയും ഒരു ബുക്കും പാനും എടുത്തിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങൾ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് അതിനുള്ള ആൻസേഴ്സ് സ്വയം തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെ ഒരു ബിഗ് ക്ലാരിറ്റിയാണ് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങളുടെ ലൈഫിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ജേണൽ റൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ റൈറ്റ് ചെയ്യാം ഫിയർ എന്നുള്ളത്. പലർക്കും ലൈഫ് സക്സസ് ആവുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് എന്തോ അങ്ങനെ പോവാണ്. ഇപ്പോൾ ലൈഫ് റീസെറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റീസെറ്റ് ചെയ്യുന്നതിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്നത്, പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ ചില സബ്ജക്റ്റുകളുടെ പേടി അല്ലെങ്കിൽ എക്സാം പേടി, ഇനി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു സ്ഥലത്ത് അവർ ഭയങ്കര കംഫർട്ടബിൾ സോണായി ഇവിടെ നിന്ന് അങ്ങോട്ട് പൊട്ടി വേറൊരു സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ വേറൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തത് എന്തുകൊണ്ടാണ്? ഒരു ഫിയർ ഉണ്ടാവും. അവിടെ പോയി ഞാൻ പിന്നെയും എല്ലാം തുടങ്ങി വെക്കണം, അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരുമായിട്ട് ഞാൻ എങ്ങനെ, അല്ലെങ്കിൽ ആ വർക്ക് ഞാൻ എങ്ങനെ ചെയ്യും എന്നുള്ള ഒരു ഫിയർ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഫിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് എഴുതാം. പിന്നെ എനിക്ക് പറയാനുള്ളത് സൊല്യൂഷൻസ്. ഞാനോ അല്ലെങ്കിൽ വേറെ ആരും വന്നിട്ട് സൊല്യൂഷൻസ് തരില്ല. സൊല്യൂഷൻ നിങ്ങൾ തന്നെ കണ്ടെത്തണം. നിങ്ങൾ എഴുതി, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എഴുതി. ജേണൽ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ മനസ്സ് തന്നെയാണ്. നിങ്ങൾക്ക് അതിൽ കുറേ ഐഡിയാസ് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ കുറേ കാര്യങ്ങൾ കിട്ടും. അതേപോലെ നിങ്ങൾ ഫിയർ എഴുതുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ പോരായ്മകൾ. അതിനെല്ലാം നിങ്ങൾ സൊല്യൂഷൻ, ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് സൊല്യൂഷൻസ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമ്മൾ മനുഷ്യരാണ്, മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇത് കാണുന്നുണ്ടാവുക. സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ പറ്റാതിരിക്കില്ല. അപ്പോൾ നമ്മളുടെ ഉള്ളിലെ പ്രശ്നം എന്താണെന്ന് അറിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റും. സൊല്യൂഷൻസ് കണ്ടെത്തുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജീവിതത്തിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ, ആൻസൈറ്റീസ് ആയിക്കോട്ടെ, സ്ട്രെസ് ആയിക്കോട്ടെ, ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അല്ലാതെ മറ്റുള്ളവർക്ക് ആരെങ്കിലും നമുക്കൊന്ന് ഇപ്പോൾ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കും, ഒരു സൈക്കോളജിസ്റ്റിനെ ആണെങ്കിലും ആ ഡോക്ടർ
വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. ഞാൻ സൈക്കോളജിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. അതിൽ മനസ്സിലാവുന്ന നമുക്ക് എടുക്കുന്ന ക്ലാസ് എടുക്കുന്ന സാറ് പറയുന്ന കാര്യങ്ങൾ പൊതുവേ ആ വന്നിരിക്കുന്ന വ്യക്തി വേണം മാറാൻ. ആ വ്യക്തിയിൽ ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു വ്യക്തിക്കും ചേഞ്ച് ചെയ്യാൻ, ഒരാളുടെ മനസ്സിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ സൊല്യൂഷൻസ് നിങ്ങളുടെ അകത്താണുള്ളത്, അത് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. ഈ ദിവസം മുതൽ നിങ്ങൾ ആ ഒരു തോട്ട്ഫുൾ ആയിട്ടുള്ള മൈൻഡിലായിരിക്കണം പോകാനുള്ളത്. നിങ്ങളുടെ മൈൻഡിനെ അപ്പാട് റീസെറ്റ് ചെയ്യുക. അതിന് സഹായിക്കുന്ന 2 കാര്യമാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. ജേണൽ റൈറ്റിംഗ് എഴുതുക, അതേപോലെ തന്നെ ഫിയർ പോലത്തെ കാര്യങ്ങൾ എഴുതാനും നിങ്ങൾ തന്നെ സ്വയം സൊല്യൂഷൻസ് കണ്ടെത്താൻ. ഈ 9th ഡേ എന്ന് പറയുന്നത് ആക്ഷൻ ഡേ എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഓരോ കാര്യങ്ങളും നിങ്ങളത് പറഞ്ഞു. ഒരു പക്ഷേ നിങ്ങളിപ്പം മൈൻഡ് റീസെറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, ഇനി നിങ്ങളിപ്പം പുതിയ ഒരു സ്കില്ല് പഠിച്ചു തുടങ്ങി, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നു. ഇനി അതിനെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടും നമ്മുടെ ലൈഫിലേക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി നമ്മളൊരു ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ചേഞ്ച് കൊണ്ടാൽ നിങ്ങളത് അവിടെ തന്നെ ഇടട്ടെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് അതിനെ പറ്റിയിട്ടുള്ള ബാക്കിലുള്ള കാര്യങ്ങളൊക്കെ പേപ്പേഴ്സ് ശരിയാക്കുക, ഐഡിയാസ് എടുക്കുക, അതിനുള്ള ഗോൾ സെറ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയില്ല, ആക്ഷൻ തുടങ്ങിയില്ലെങ്കിൽ ഇതൊക്കെ ചെയ്തതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പം ആക്ഷൻസ് തുടങ്ങുമ്പോഴാണ്, അവിടെ തൊട്ടാണ് ശരിക്കും സ്ട്രെസ്ഫുൾ ആവുക കേട്ടോ. അവിടെ തൊട്ടിട്ട് നിങ്ങൾ ആക്ഷൻസ് ചെയ്തു തുടങ്ങുമ്പോൾ പിന്നെ ഡെഫിനറ്റ്ലി നമുക്ക് ബാക്കോട്ട് പോകാൻ പറ്റില്ല. 2 ഗുണങ്ങളുണ്ട് ആക്ഷൻ ചെയ്യുന്ന സമയത്ത്. നമ്മളൊരു കാര്യം ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് പകുതിക്കിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കാരണം തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിത് ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. സ്ട്രെസ് മീൻസ് ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഉള്ളൊരു കാര്യം. പക്ഷേ നമ്മളൊരു ഹാബിറ്റ് നമ്മളെ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ പൊതുവെ കുറേ 21 ദിവസമൊക്കെയാണ് നമുക്കൊരു മനസ്സിന് വേണ്ടായിരുന്നു, വെറുതെ ഇറങ്ങി തിരിച്ചു, ഇങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടാവാം. പിന്നെ ആ ഒരു 21 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാവും. അപ്പം ആക്ഷൻ ഡേ നമ്മൾ വിചാരിച്ച കാര്യങ്ങളും നമ്മൾ തുടങ്ങി വെച്ച കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്ന ഒരു ആക്ഷൻ ഡേ ആയിട്ട് 9th ഡേ കൊണ്ടുപോവുക. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഒരു ആക്ഷൻ ഡേ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി 10th ഡേ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുക. ന്യൂ ഐഡൻറ്റിറ്റി ലുക്കിങ്. നിങ്ങളുടെ ലൈഫിൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന്, നിങ്ങളുടെ ബാക്കിൽ എന്തായിരുന്നെന്നും ഇത്രയും ഈ ഒരു 9th ഡേയിൽ നിങ്ങളെടുത്ത ഒരുപാട് ചേഞ്ചസ് കൊണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്നും എന്നിലെ മാറ്റങ്ങൾ എന്താണെന്നും മനസ്സിലാക്കുക മാത്രമല്ല നന്നായിട്ടൊന്ന് തിങ്ക് ചെയ്യണം കേട്ടോ. ഞാൻ മുമ്പേ എങ്ങനെ ആയിരുന്നെന്നും ഇപ്പം ഞാൻ ഈ ഒരു 10 ഡേയ്സ് കൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ മാറ്റിയെടുത്തെന്നും ഇത് തന്നെ ഞാൻ അങ്ങോട്ട് ഫോളോ ചെയ്ത് കൊണ്ടുപോകുന്നുള്ള ഒരു റിയാലിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചില ആഴ്ചകളൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ പറ്റിയിട്ടുണ്ടാവും. അതിപ്പോൾ ഇവിടെ ചേഞ്ച് ചെയ്യാം. അപ്പം നിങ്ങളുടെ ലൈഫിന് ഒരു റീസെറ്റ്, നമ്മുടെ ലൈഫ് ഒന്ന് റീസെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരുടെ ലൈഫിലും. ഇങ്ങനെ ഒട്ടും പ്രൊഡക്റ്റീവ് അല്ല, ചടഞ്ഞിരിക്കുക, ലേസി ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. എൻ്റെ ഒരു 2 months ഭയങ്കര ഡൗൺ ആയിട്ടിരുന്നിടത്തുനിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ കുറച്ച് ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ലൈഫ് എങ്ങനെ സക്സസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ലൈഫിലേക്ക് കൊണ്ടുവരാം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ അടുത്ത വീഡിയോസിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനായി മാറാൻ സഹായിക്കുന്ന കുറച്ച് പോയിന്റ്സാണ് ഞാൻ പറഞ്ഞില്ലെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഇനിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ.